ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര റിയാദ് ബസ്സിലാണ് കേട്ടോ. ബസ് കയറാൻ വേണ്ടി ഒരു കാർഡ് എടുക്കണം കേട്ടോ. ഇവിടെ കാർഡ് സ്കാൻ ചെയ്തതിന് ശേഷം കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഇതുവരെയായിട്ട് പറഞ്ഞില്ല. ഇന്ന് നമ്മൾ പോകുന്നത് റിയാദ് സൂവിലേക്കാണ് കേട്ടോ. നമ്മൾ അവിടേക്ക് എത്തിയിട്ടോ. അതിൻ്റെ മുമ്പ് തന്നെ സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങട്ടോ. റിയാദ് സൂവിലേക്ക് ഉള്ള എൻട്രി ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇവിടുന്ന് ഉച്ചക്ക് തന്നെ പോയിക്കും കേട്ടോ. ഇവിടെ വെള്ളിയാഴ്ച ആണ് കേട്ടോ ഓപ്പണ്. അതും നല്ല തിരക്കാട്ടോ. ഇതൊക്കെ അങ്ങോട്ട് ഉള്ള ആൾക്കാർ ലൈൻ നിൽക്കുകയാണ് കേട്ടോ. 2 ലൈനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഫ്രീ എൻട്രി ആണ് കേട്ടോ ഇവിടേക്ക്. റിയാദ് സൂവിലേക്ക് പോകുന്നവർ 3 മണിൻ്റെ മുമ്പായിട്ട് തന്നെ അവിടേക്ക് കയറണം കേട്ടോ. അല്ലെങ്കിൽ അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിട്ടോ. ഫസ്റ്റ് തന്നെ കാണുന്ന കാഴ്ച ഫ്ലമിംഗോനാണ് കേട്ടോ. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഫ്ലമിംഗോനൊക്കെ കണ്ട് മുമ്പോട്ട് പോയിട്ടോ ഞങ്ങൾ. ഇവിടെ ഒരു കൂട്ടർ കുളിച്ച് നിൽക്കുന്നുണ്ട്, ഫുഡ് കഴിച്ച് നിൽക്കുന്നുണ്ട്, കുളിക്കാൻ പോകുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയത് ഇയാളെ മുമ്പിൽക്കാണ്. ഇയാളിപ്പം ഭക്ഷണം ആണെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുകയാണ്. അവിടെ മൃഗങ്ങൾക്കൊക്കെ ഗ്ലാസ് ഇട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് നിന്നിങ്ങാൻ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കട്ടോ. പിന്നെ ഞങ്ങളിതാ സീലിൻ്റെ ഏരിയത്താണ്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഇറങ്ങി ഞാൻ അതിൻ്റെ ഡാൻസും അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പല ടൈപ്പ് മാനുകളെ കണ്ടിട്ടോ ഞങ്ങൾ. ഇതൊക്കെ നമുക്ക് അടുത്ത് നമ്മളെ കൈ ഇങ്ങനെ തൊടാൻ തക്കത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് വേറെ ഏതോ രാജ്യത്തിൻ്റെ ക്യാമലാണ് കേട്ടോ. അതിനൊരു കുട്ടി ഉണ്ടാക്കി, കുഞ്ഞി കുട്ടി. പിന്നെ ഓരോ സ്ഥലത്തേക്കും ഇങ്ങനെ ഓരോരോ കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ അവിടെ. ഈ മാൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ 3 പക്ഷികളുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊക്ക് വർഗ്ഗമാണോയെന്ന് വെച്ചാൽ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. കൊക്കിൻ്റെ വർഗ്ഗം അല്ലാന്ന് തോന്നുന്നു, വേറെന്തോ മോഡലാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിന്. ഇത് നമ്മുടെ ഖത്തറിൻ്റെ ഒക്കെ ഫ്ലാഗ് മേലുണ്ടാകുന്ന മാനാണ് കേട്ടോ. ഈ ജിറാഫിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയിട്ട് അവിടെ പോയി നിന്നാൽ മതി കേട്ടോ. അവിടേക്ക് വരും കേട്ടോ ആ ജിറാഫ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സീബ്രയുണ്ട്. പിന്നെ വേറെ ടൈപ്പ് മാനുകളും ഉണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇത് ഫുള്ള് നടന്ന് കാണാൻ പറ്റിട്ടോ. പേരറിയാത്ത ഒരുപാട് ആനിമൽസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ എന്താണ് എനിക്കറിയില്ല. അത് അവിടെ ബോർഡുണ്ട്. ബോർഡ് മേലെ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസുകൾ ഏത് രാജ്യത്തിൻ്റെ ആണെന്നൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പോയി നമ്മുടെ കങ്കാരുവിൻ്റെ അടുത്ത് എത്തി. കങ്കാരുവിനൊക്കെ കണ്ട് പിന്നെ ഗൊറില്ലേൻ്റെ ഏരിയത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത്. അത് ഇവിടെ വരുന്നവർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ അവിടേക്ക് കൊടുത്തിട്ട് ഇത് കടിച്ച് പിടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കാട്ടിലെ രാജാവ്. അതാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അവിടെ ആ ഗ്ലാസിൻ്റെ അടുത്ത്. അവിടെ വന്ന് എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ട്. ആ ഗ്ലാസ് ഇല്ലെങ്കിൽ കാര്യം പോക്ക് തന്നെ. അത്രയ്ക്കും ഇതിലാണ് അത് അങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇതൊക്കെ പ്രത്യേക തരം ആടുകളാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ എത്തിയത് ഒട്ടകത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഈ ഒട്ടകം ഇവിടെ ഒന്നും കാണാത്ത ടൈപ്പ് ഒട്ടകമാണ് കേട്ടോ. നല്ല ഇറച്ചി തുടുത്തിട്ടുള്ള ഒട്ടകമാണ് കേട്ടോ. ഇവരെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ ഒരു സ്റ്റാച്ചു പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ അടി ഉണ്ടാക്കി പണിങ്ങി നിൽക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് മെരു. നമ്മളെ നാട്ടിലൊക്കെ പനമരമൊക്കെ കാണല്ലേ സാധനമാണ് കേട്ടോ അത്. എമു കുറേ എണ്ണം ഉണ്ട് ഇട്ടിട്ട് ഇവിടെ. ഇങ്ങനത്തെ കുഞ്ഞി ഈ കീരി അങ്ങനത്തെ ടൈപ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ AC ഫുൾ സെറ്റപ്പാണ് ഇവിടെ. ഇത് ജാഗ്വാറാണ് കേട്ടോ ഈ കടിക്കുന്നത്. ഇവരൊക്കെ AC-യിലാണ് കേട്ടോ. പിന്നെ ഫുഡ് ഇങ്ങനെ അവിടുന്ന് കൊണ്ട കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഓരോരോ രാജ്യത്തിൻ്റെ മൃഗങ്ങളാണ് കേട്ടോ ഇത്. അത് അവിടുന്ന് അതാക്കുന്ന ഒരാൾ ഫുഡ് അവിടെ കൊടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പല സൈസ് ഈ പുലിൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ട ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. ഇതാണ് ചെന്നായ. കുറുനരി എന്നാണ് അവിടെ എഴുതി വെച്ചത്. ഇങ്ങനത്തെ ടൈപ്പ് പല പുലികളും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഈ സെക്ഷനിലേക്കാണ് നമ്മൾ പോയത്. ഇതാ കോഴി. നമ്മളെ നാട്ടിലത്തെ കോഴി അല്ല കേട്ടോ, മറ്റേ സോക്സ് ഇട്ട കോഴിയാണ്. ഇത് നമ്മളെ നാടൻ ആട്. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആടിന്. കുഞ്ഞു കുട്ടികൾ ഇന്നലെയൊക്കെ പ്രസവിച്ച് ചെറിയ കുട്ടികൾ, നേരെ നിൽക്കാനാവാത്ത കുട്ടികളൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇത് പല ടൈപ്പ് ഡക്കുകളാണ് അവിടെ ഉള്ളത്. ഇത് ഒരു ചെറിയ ടൈപ്പ് കുതിരാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആടുകളെ ഇട്ടിക്കുന്നത്. ആടിൻ്റെയൊക്കെ രോമൊക്കെ ജഡമൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ നല്ല സ്മെല്ലും അതിനിട്ടോ അവിടേക്ക് അടുത്തൂടെ അതിന്. പിന്നെ ഇത് വേറെ എന്തോ കൊക്ക് വർഗത്തിൽ തന്നെ പെട്ട വേറെ നല്ല അതിൻ്റെ ഈ തലയിലുള്ള ഒരു നല്ല ഭംഗിയുണ്ട് അതിനിട്ടോ കാണാൻ. പിന്നെ പാരറ്റുകളാണ്. പല ടൈപ്പ് പാരറ്റുകളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കുരങ്ങുകൾ ഒരു 5-6 വെറൈറ്റികളുണ്ട് കേട്ടോ. ഇവർ എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങനെ ഇടുന്നുണ്ട്. ഓരോരുത്തർ അതിൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് പോകുന്നേരം നല്ല സൗണ്ടിൽ ഇങ്ങനെ ഒച്ച ഇടുന്നുണ്ട് കേട്ടോ. ഇത് പല ടൈപ്പ് കിളികൾ ഏരിയ ആണ് കേട്ടോ. അതിനായിട്ട് ഇവർ അറേഞ്ച് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിൽ ഇത് ഈറ്റിങ്ങളെ തുറന്ന് വിട്ടതാണ് കേട്ടോ. അതിലൂടെ നടന്നു പോകുന്ന നേരം നമ്മുടെ അടുത്തു കൂടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ തത്തകൾ. ഒരുപാട് വെറൈറ്റി തത്തകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അതേപോലെ കുഞ്ഞി താറാവുകൾ നല്ല ഭംഗിയുള്ള, അവർക്ക് കുളിക്കാൻ പറ്റിയ സെറ്റപ്പിൽ ഓരോന്നും ആക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ വേഴാമ്പലിൻ്റെ വർഗത്തിൽപ്പെട്ട അങ്ങനത്തത് ഈ സംസാരിക്കുന്ന തത്വമൊക്കെയാണ് കേട്ടോ. അത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്. ഓരോന്ന് കഴിഞ്ഞ് ഓരോരോ സെക്ഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുക ഇവിടെ. പിന്നെ ഒരുപാടുണ്ട് നടന്ന് കാണാൻ കേട്ടോ. ഇത് ഇതാ നമ്മൾ മുതലൻ്റെ ഏരിയത്തെത്തി. നമ്മുടെ നാട്ടിലുള്ള തത്തകളാണ് കേട്ടോ ഇത്, നാടൻ തത്തകൾ.
ഈ ഒരുപാടുണ്ട് കേട്ടോ അവിടെ തത്തകൾ. ഇതൊക്കെ കൂട്ടിലുള്ള തത്തകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല വെള്ളത്തിന് കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇവരൊന്നും മറ്റേ കിളികളെ മ്യൂസിയത്തിൽ ഇട്ടില്ല കേട്ടോ. ഇവരൊക്കെ വേറെ തന്നെ AC ഒക്കെ ഇട്ടാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് സൂവിനോട് യാത്ര പറയാണ്. എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.